ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് ഒരു യാത്ര പോവാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. തലേ ദിവസമാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 5:30 ട്രെയിനിൽ ഫറോക്കിൽ നിന്ന് കയറി ഷൊർണൂരേക്ക് പോകാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച ആ ട്രെയിൻ ടാറ്റ പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് പിന്നെ അവിടെ നിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല. അതേ വണ്ടിയിൽ ഞങ്ങൾ ഷൊർണൂരേക്ക് നേരെ കുതിച്ചു പാഞ്ഞു. അങ്ങനെ പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ കയറി. ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നുമില്ല. തിരക്കൊക്കെ ഉണ്ടെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കിട്ടിയാൽ മതി. പെട്ടെന്ന് തീരുമാനിച്ചതല്ലേ, സീറ്റൊക്കെ ഇങ്ങനെയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളുള്ളതുകൊണ്ടാണ് കുട്ടികളൊക്കെ ഒന്ന് എവിടെയെങ്കിലും ഇരുത്തണം എന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. കോയമ്പത്തൂർ എത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നത് പോത്തീസിലേക്കായിരുന്നു. പോത്തീസിൽ പോയി സാരി അങ്ങനത്തെ കളക്ഷൻസൊക്കെ കണ്ടു. അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് പെട്ടെന്ന് തീരുമാനിച്ചത് ആദിയോഗി കണ്ടാലോ എന്ന്. അങ്ങനെ ആദിയോഗി കാണാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ വൈകുന്നേരത്തെ ലൈറ്റ് ഷോ കാണണം. ലൈറ്റ് ഷോ കാണുകയാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് ഇവിടെ സ്റ്റേ ചെയ്തേക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി ചെന്നെത്തിയത് ഒരു ആര്യാസ് ഹോട്ടലിലാണ്. അങ്ങനെ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. കുറേ ടീമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ഏരിയ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ തൊട്ട് പിന്നിൽ തന്നെയാണ് സ്റ്റേ ഉള്ളത്. പക്ഷേ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ്. എന്നാലും വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആദിയോഗിയിൽ ചെന്നിട്ടുള്ളത്. ബൈ.